السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നിത്യ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആകളും ദിക്റുകളും ഏതൊക്കെയാണ് എന്ന് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ വിശ്വാസികൾ ദിനേന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളിലേക്കുള്ള പ്രവേശന വേളയിലും അവിടെ നിന്ന് പുറപ്പെടുന്ന സന്ദർഭങ്ങളിലും എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതെല്ലാം ദിക്റുകളാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യനുസരിച്ച് വലത് കാൽ മുന്തിച്ചുകൊണ്ടാണ്, അഥവാ വലത് കാൽ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ മുന്തിച്ചുകൊണ്ട് ഇടത് കാല് വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടതും. ഇത് അതിൻ്റെ ഒരു പ്രാഥമികമായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ആ വേളയിൽ പറയുന്ന ദിക്റുകൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാന ഇദാ ദഖലൽ മസ്ജിദ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതായാൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞിരുന്നു: അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബില്ലാഹിൽ അളീം, മഹാനായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, കാവൽ ചോദിക്കുന്നു. വബി വജ്ഹിഹിൽ കരീം, അവൻ്റെ ഉദാരമായ അവൻ്റെ ആ മുഖത്തെ മുൻനിർത്തിക്കൊണ്ട്, അഥവാ റബ്ബിൻ്റെ മുൻനിർത്തിക്കൊണ്ടുള്ള തേട്ടമാണ് ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വസുൽത്താനിഹിൽ ഖദീം, അവൻ്റെ മഹത്തായ അവൻ്റെ ആധിപത്യം, ഒരു നിലക്കും അതിന് കാലം ഇല്ല. പഴയതെന്നോ പുതിയതെന്നോ അതല്ലെങ്കിൽ നിലനിൽക്കാത്തതെന്നോ നഷ്ടപ്പെടുന്നതെന്നോ ഒന്നുമില്ലാത്ത നിരന്തരമായി നിലനിൽക്കുന്ന അവൻ്റെ അധികാരവും. അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്തിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നത്? മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാച്ചിൻ്റെ ഷർറുകളിൽ നിന്ന്. ഇപ്രകാരം പറഞ്ഞാൽ പിശാച്ചു പറയുമെന്നാണ്, ഹുഫിള മിന്നി സായിറൽ യൗം, മറ്റു ദിവസങ്ങളിലെ മറ്റു സമയങ്ങളിലൊക്കെ അവൻ എന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടിക്കഴിഞ്ഞു. അഥവാ അവൻ്റേതായ ദുർബോധനങ്ങൾ, അതുപോലെ തന്നെ വഴിപിഴപ്പിക്കലുകൾ, മനുഷ്യരിൽ ദുഷ്പ്രേരണകൾ ചെലുത്തിക്കൊണ്ട് വിശ്വാസപരമായും ആചാരപരമായും കർമ്മപരമായും സ്വഭാവപരമായും ഒക്കെ മനുഷ്യനെ ദുഷിപ്പിക്കുന്ന പൈശാചികമായ ഏതെല്ലാം വസ്വാസുകളുണ്ടോ അതിൽ നിന്നൊക്കെ അവന് കാവൽ ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത് പള്ളിയിൽ പ്രവേശിക്കുന്ന വേളയിൽ. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെയൊക്കെ ഏതൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചും നമ്മൾ പറയുമ്പോൾ അത് നിർവഹിക്കുന്ന വ്യക്തിയുടെ ആ പ്രാർത്ഥനാവേളയിലുള്ള അവൻ്റെ മനസാന്നിധ്യത്തിൻ്റെയും അവൻ്റെ ദൃഢവിശ്വാസത്തിൻ്റെയും അവൻ്റെ ഈമാനികമായ തോതിനുമൊക്കെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് അവന് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതുമുണ്ട്. അപ്പം എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, ഇതാണ് തുടക്കത്തിൽ പറയാവുന്ന ഒരു കാര്യം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാം: ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതായാൽ ഫല്യഖുൽ, അവൻ പറയട്ടെ: അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ ഇഫ്തഹ്ലി, നീ എനിക്ക് തുറന്നു തരണമേ, അബ്വാബ റഹ്മതിക, നിന്റെ റഹ്മത്തിൻ്റെ അഥവാ അനുഗ്രഹങ്ങളുടെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എൻ്റെ മുമ്പിൽ നീ മലർക്കെ തുറന്നു തരേണമേ എന്ന്. വൈദാ ഖറജ, പുറത്തു വരുമ്പോൾ ഫല്യഖുൽ, അവൻ ഇപ്രകാരം പറയട്ടെ: അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, മിൻ ഫദ്ലിക, നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ ഫളിലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ചുരുങ്ങിയ നിലക്ക് ഇത്രയെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക,
പള്ളികൾ എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന് ഈ ഭൂമുഖത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങൾ ഏതാണെന്ന് ചോദിക്കപ്പെട്ടാൽ നമുക്ക് പറയാവുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയുള്ള മറുപടി അത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ്. ആ മസ്ജിദുകളിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ റഹ്മത്തിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒട്ടേറെ കാരുണ്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ മസ്ജിദിൽ നമസ്കാരം നിർവഹിക്കുമ്പോഴും നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും വ്യത്യസ്തങ്ങളായ കാരുണ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടുവാനുള്ള ആ ഒരു പ്രത്യേകമായ ആഗ്രഹമാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ. അനുഗ്രഹത്തിന് ഒരു ബാബല്ല ഉള്ളത്, അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈ, എൻ്റെ അനുഗ്രഹം, എൻ്റെ കാരുണ്യം ഭൂമുഖത്തുള്ള സർവ്വ വസ്തുക്കളുടെ മേലും വിശാലമായതാണ്. അത്രത്തോളമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അതേപോലെ തന്നെ വറഹ്മതി സബഖത് ഗദബി, എൻ്റെ അനുഗ്രഹം, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെയും അതിജയിച്ചാണ് നിൽക്കുന്നത്. റബ്ബിൻ്റെ കോപവും ദേഷ്യവും ഇത്രയേക്കാൾ കൂടുതലുള്ളത് അവൻ്റെ റഹ്മത്താണ്. അതിൻ്റെ അളവറ്റ റഹ്മത്തിൻ്റെ ഉടമയാണവൻ. അള്ളാഹുവേ, വ്യത്യസ്തങ്ങളായ നിന്റെ ആ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ നീ തുറന്നു തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ അവന് മസ്ജിദിൽ തന്നെ ഇങ്ങനെ ഇരിക്കലല്ലല്ലോ, അവന് ഉത്തരവാദിത്തങ്ങളില്ലേ? കുടുംബത്തെ പോറ്റണം, ബന്ധപ്പെട്ട തൻ്റെ ജീവിത മേഖലകളിൽ അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഫضലുകൾ ഓരോന്നോരോന്നായി തേടണമെങ്കിൽ അവന് നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലല്ലേ പറ്റൂ, അധ്വാനിച്ചാലല്ലേ പറ്റൂ, യാത്ര ചെയ്താലല്ലേ പറ്റൂ, സഞ്ചരിച്ചാലും തൊഴിലെടുത്താലുമല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അതിനനുയോജ്യമായ ചോദ്യമാണ് റബ്ബിനോട് ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫഇദാ ഖുദിയത്തിസ് സ്വലാഹ് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറാ. അള്ളാഹു വളരെ വ്യക്തമായി നമ്മോട് ജുമഅയുടെ അധ്യായത്തിൽ വിശദീകരിച്ച കാര്യമാണത്. നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പരക്കുവീൻ, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യുക. അവിടെയൊന്നും നിങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത്. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യണം, നിങ്ങൾ വിജയികളായേക്കാൻ എന്നൊക്കെ ആ അധ്യായത്തിലെ ആ സൂക്തത്തിൽ തന്നെ അള്ളാഹു തആല പറയുന്നുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുകയും മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഫളിലിനെ, റബ്ബിൻ്റെ അപാരമായ വ്യത്യസ്തങ്ങളായ അവൻ്റെ ഫളിലുകളെ ചോദിക്കുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില്ലറ വ്യത്യാസങ്ങളോടുകൂടി മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഫൽയുസല്ലിം അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സലാം ഉരുവിടട്ടെ. സുമ്മൽ യഖുൽ, പിന്നീട് അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. അതേപോലെ പുറത്ത് പുടക്കുമ്പോഴും ഫൽയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ചില റിപ്പോർട്ടുകളിൽ ബിസ്മില്ലാഹ് എന്ന് പറയാനും നമുക്ക് കാണുവാൻ സാധിക്കും. വ്യത്യസ്ത വീക്ഷണങ്ങൾ, അപ്പോൾ വ്യത്യസ്ത നിലക്ക് ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. തുടക്കത്തിലെ അഊദു ബില്ലാഹിൽ അളീം ബിവജ്ഹിൽ കരീം സുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക, അതുപോലെ തന്നെ അതൊക്കെ അതിൻ്റെ പൂർണ്ണ രൂപങ്ങളാണ്. പിന്നീട് ബിസ്മില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. അതേപോലെ തന്നെ ബിസ്മില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പുറത്തു കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ തന്നെയും മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹുമ്മ അസ്ഇംനി മിനശ് ശൈത്താനിർ റജീം, അഭിശപ്തനായ ശൈത്താനിൻ്റെതായ ശർറുകളിൽ നിന്ന് നീ എനിക്ക് സുരക്ഷ ഏർപ്പെടുത്തേണമേ, നീ എനിക്ക് കാവൽ ഇസ്മത്ത്
പ്രൊട്ടക്ഷൻ നൽകണമേ എന്ന അർത്ഥം വരുന്ന ദിക്റും നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനോട് ആ ഫضല് ചോദിക്കുമ്പോൾ റബ്ബിൻ്റെതായ ഭാഗത്തു നിന്നുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, അവൻ്റെതായ ഔദാര്യങ്ങളുണ്ടോ, എല്ലാം നമ്മൾ അതിലൂടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സൗകര്യപ്രദമാകുന്ന നിലക്ക് നമ്മൾ ഈ ദുആകളൊക്കെ ഉരുവിടുക. ഏത് ദുആകളും അതിൻ്റെതായ അർത്ഥവും ആശയവും ഗ്രഹിക്കുകയും മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുകയും ചെയ്യുമ്പോഴാണ് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ടുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഒരിക്കലും മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിക്റുകളും ദുആകളും യഥാവിധി, യഥാസമയത്ത്, യഥാസന്ദർഭങ്ങളിൽ, യഥാസ്ഥലങ്ങളിൽ നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.